ഒരിടത്തൊരിടത്ത് ഒരു തൊരപ്പനെലി ഉണ്ടായിരുന്നു. അവൻ ഒരു വീടിന്റെ അകത്ത് കയറി അടുക്കളയിലുള്ള എല്ലാ സാധനങ്ങളും തിന്നും. എന്നിട്ട് അതിന്റെ വേസ്റ്റ് എല്ലാം അവിടെ എല്ലാം ഇട്ട് വീടാകെ വൃത്തികേടാക്കും. ഇതായിരുന്നു തൊരപ്പനെലിയുടെ ശീലം. തൊരപ്പനെലി അടുക്കളയിൽ മാത്രമല്ല കയറുന്നത്, ഡൈനിങ് ടേബിളിൽ എന്തെങ്കിലും ഭക്ഷണം വെച്ചിട്ടുണ്ടെങ്കിൽ അതും ചാടി കയറി തിന്നും. അപ്പൂപ്പന് വളരെ വിഷമമായി. ഈ തൊരപ്പനെലിയെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന് തീരുമാനിച്ചു. ഒരു ദിവസം അപ്പൂപ്പൻ ഈ തൊരപ്പനെലിയെ നേരെ കണ്ടു. അപ്പൊ തന്നെ അതിനെ കൊന്നുകളയാമെന്ന് തീരുമാനിച്ചു. പക്ഷെ ആ തൊരപ്പനെലി ചാടി രക്ഷപ്പെട്ടു. ഭക്ഷണമെല്ലാം കഴിച്ച് വളരെ കൊഴുത്ത് ശക്തിമാനായിട്ട് ഇരിക്കുമായിരുന്നു. അവർ വർത്താനം പറയുമ്പോഴുണ്ടല്ലോ, ഹോളിലും ഈ തൊരപ്പനെലി വരും. എല്ലായിടത്തും തൊരപ്പനെലിയുണ്ട്. എങ്ങനെയെങ്കിലും ഇതിന്റെ ശല്യം തീർക്കണമെന്ന് അപ്പൂപ്പനും അമ്മൂമ്മയും തീരുമാനിച്ചു. അങ്ങനെ ഒരു പൂച്ചയെ കൊണ്ടുവന്നു. പൂച്ച എലിയെ പിടിച്ചു തിന്നുമല്ലോ. പൂച്ച ഒളിച്ചിരുന്ന് ഈ എലിയെ പിടിക്കുവാൻ നോക്കി. എലി ഭയങ്കര ബുദ്ധിമാനും ശക്തിമാനുമായിരുന്നു. പൂച്ചയ്ക്ക് എലിയെ പിടിക്കുവാൻ സാധിച്ചില്ല. പൂച്ചയും ആകെ വിഷമത്തിലായി. അങ്ങനെ എലിയുടെ ശല്യം ആ വീട്ടിൽ വളരെ കൂടുതലായി. അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും വളരെ വിഷമമായി. അവരെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഒരു ദിവസം അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും കൂട്ടുകാർ ആ വീട്ടിലേക്ക് വന്നു. അപ്പൂപ്പനും അമ്മൂമ്മയും വളരെ സന്തോഷത്തോടെ അവരെ തന്റെ വീട്ടിലേക്ക് സ്വീകരിച്ചു കൊണ്ടുപോയി. വിശേഷങ്ങളെല്ലാം പറയുന്ന കൂട്ടത്തിൽ ഈ തൊരപ്പനെലിയുടെ കാര്യവും അവർ ഈ കൂട്ടുകാരോട് പറഞ്ഞു. അവര് പറഞ്ഞു, നമുക്കൊന്ന് ആലോചിക്കാം, നമുക്ക് തൊരപ്പനെലിയുടെ വഴി കണ്ടുപിടിക്കാം, എവിടെ നിന്നാ വരുന്നതെന്ന് കാണണമല്ലോ. അങ്ങനെ അവരെല്ലാവരും വീടിന്റെ ചുറ്റും നടന്നു. അപ്പോ ഒരു ഹാളിൽ നിന്ന് ഈ തൊരപ്പനെലി ഇറങ്ങി പോകുന്നത് അവർ കണ്ടു. അവിടെ ചെന്ന് നോക്കുമ്പോഴുണ്ടല്ലോ, നിറച്ചു ഭക്ഷണ സാധനങ്ങളായിരുന്നു. എല്ലാം സൂക്ഷിച്ചു വെച്ച് അതെല്ലാം തിന്നാണ് ഈ എലി ഇത്രയും വണ്ണം വെച്ചത്. അവര് വേഗം തന്നെ ആ ഹോള് തീയിട്ട് നശിപ്പിച്ചു. തൊരപ്പനെലി വന്ന് നോക്കുമ്പോൾ തൊരപ്പനെലിക്ക് വിഷമമായി. തന്റെ വീടും ഭക്ഷണവും എല്ലാം കത്തി നശിച്ചു. ഇനി എന്ത് ചെയ്യും? വീട്ടിലേക്ക് കയറാൻ നോക്കുമ്പോൾ വീട്ടിലേക്ക് കയറാനുള്ള വഴിയും അവരെ അടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തൊരപ്പനെലിക്ക് ഭക്ഷണം ഒന്നും കിട്ടാതെയായി. അത് ക്ഷീണിച്ച് ആരോഗ്യം എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോ ആ പൂച്ച നല്ല സുഖമായിട്ട് എലിയെ പിടിച്ചെടുത്തു. അങ്ങനെ ആ എലിയുടെ ശല്യം ആ വീട്ടിൽ നിന്നും ഒഴിവായി. അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഈ എലിയുടെ ശല്യത്തിൽ നിന്നും മോചനം കിട്ടിയത് കൊണ്ട് വളരെ സന്തോഷമായി. അവർ അത് ആഘോഷിക്കുകയും ചെയ്തു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, വിത്തൗട്ട് വെൽത്ത് ദർ ഈസ് നോ സ്ട്രെങ്ത്? എന്താ അർത്ഥം എന്നറിയോ? നമുക്ക് സമ്പാദ്യം ഇല്ലെങ്കിൽ നമുക്ക് ശക്തി ഉണ്ടാവില്ല. ഇവിടെ ഈ എലിയുടെ സമ്പാദ്യം എന്തായിരുന്നെന്നറിയോ? അതിന്റെ ഭക്ഷണ സാധനങ്ങളാണ്. അതെല്ലാം നശിപ്പിച്ചപ്പോ അതിന് ഭക്ഷണം ഒന്നും ഇല്ലാതെയായി. അതിന്റെ സ്ട്രെങ്ത്തും പോയി. അതുപോലെ കുഞ്ഞുങ്ങൾ എല്ലാവരും നല്ലപോലെ ഭക്ഷണം കഴിക്കണം. പാലും മുട്ടയും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും എല്ലാം കഴിക്കണം കേട്ടോ. എന്നാലേ നമുക്കും ശക്തി ഉണ്ടാകുള്ളൂ. പൂച്ചയുടെ എല്ലിയുടെയും കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നന്ദി.